കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 18 ശ്ലോകം 29 നമ്മൾ ചെയ്തു. അതിൽ എന്താ പറഞ്ഞാൽ ജ്ഞാനിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നല്ല വിവേകം ഉള്ള ഒരാൾ ഒരു കുട്ടിയെപ്പോലെ അവമാനവും ഇല്ല, അതായത് മാനാവമാനം ഇല്ലാതെ കുട്ടിയെപ്പോലെ കളിക്കണം. നല്ല ബുദ്ധിയുള്ള ആളാണെങ്കിലും ഒരു വിഡ്ഢിയെപ്പോലെ ജഡനെ പോലെ വീണ്ടും വിചാരമില്ലാതെ നടക്കണം. പിന്നെയോ നല്ല വിദ്വാനാണെങ്കിലും നല്ല വിദ്വത്വം ഉണ്ടെങ്കിലും ഒരു പണ്ഡിതനാണെന്ന് വെച്ചാലും ഒരു ഭ്രാന്തനെ പോലെ നടക്കണം. പിന്നെയോ വേദത്തിൻ്റെ അർത്ഥമൊക്കെ നല്ലോണം അറിയുന്ന ആളാണെങ്കിലും പശുക്കളെ പോലെ സഞ്ചരിക്കണം. വെച്ചാൽ ഒട്ടും അങ്ങനെ ഒരു എല്ലാറ്റിനും അതീതമായിട്ട് വളരെ വിവേകിയാച്ചാലും ഒരു കുട്ടികളെ പോലെ വേണം പറഞ്ഞില്ലേ, അങ്ങനെ. അതായത് ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയെ പോലെ കാണിക്കണം, അതാണ് പറഞ്ഞത്. സമർത്ഥനാണെച്ചാലും ഒരു ജഡനെ പോലെ, ജഡഭരതനെയൊക്കെ പോലെ. വിദ്വാനാണെങ്കിലും ഭ്രാന്തനെ പോലെ. വേദത്തിൻ്റെ അർത്ഥമൊക്കെ അറിയാച്ചാലും ഒന്നും വേദത്തിലത്തെ വിധി പോലെ ഒന്നും ചെയ്യാതെ എല്ലാ വിധി നിഷേധങ്ങൾക്ക് അതീതനാണെന്ന് കാണിക്കാനാണ്. ഇനി 30 വായിക്കാം കേട്ടോ. വേദവാദരതോ നസ്യാം ന പാഖണ്ഡീ ന ഹൈതുകഃ ശുഷ്കവാദവിവാദേന കഞ്ചിത് പക്ഷം സമാശ്രയേത്. വേദവാദരതഃ അതായത് കർമ്മകാണ്ഡത്തിൽ ഇമേഴ്സ്ഡായിട്ട്, അതായത് വ്യാപൃതനായി നസ്യാതിരിക്കരുത്. ഈ കർമ്മകാണ്ഡം വെച്ചാൽ എന്താ, ഈ യാഗം ചെയ്യുക, സ്വർഗം കിട്ടാൻ, അങ്ങനത്തെ കാര്യങ്ങളിലെ കർമ്മം ഫലം ആഗ്രഹിച്ച് ചെയ്യണ കർമ്മങ്ങളിൽ വ്യാപൃതനാവരുത്. പാഖണ്ഡി എന്നാൽ ഈ പാഖണ്ഡന്മാരും ആവാൻ പാടില്ല. അതായത് വേദത്തിൽ വിധിച്ച ആചാരങ്ങൾക്ക് വിപരീതമായിട്ട് ആചരിക്കാനും പാടില്ല. അങ്ങനെയുള്ളവരെയാണ് വേദങ്ങളിൽ വിശ്വസിക്കാത്തവരെയാണ് പാഖണ്ഡന്മാരെ പറയുക. അപ്പോൾ വേദങ്ങളിൽ വിശ്വസിക്കാത്ത പാഖണ്ഡന്മാരെ പോലെ വേദങ്ങൾക്കെതിരായിട്ട് ചെയ്യാനും പാടില്ല. പിന്നെ കർമ്മകാണ്ഡത്തിന് ഈ പ്രാചീന ബർഹിസിനെ പോലെ യാഗം ചെയ്യന്നെ സ്വർഗസുഖം ആഗ്രഹിച്ചിട്ട് അതും പാടില്ല. അതായത് ഫലാപേക്ഷയോട് കൂടിയിട്ട്. ഹൈതുകഃ എന്ന യുക്തിയെ മാത്രം അവലംബിച്ച് വാദിക്കാനും പാടില്ല. ഒക്കെ ലോജിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക്, അങ്ങനെ വാദിക്കാനും പാടില്ല. ശുഷ്കവാദ വിവാദേ അതായത് ഒരു ഗുണമില്ലാത്ത വാദം നടത്താനും പാടില്ല. കശ്ചിത് പക്ഷം ഏതൊരു പക്ഷത്തിലും ന സമാശ്രയേത് അതിലൊന്നും ചേരരുത് എന്ന് പറയാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ ഇരിക്കണം? ഈ നല്ല ഇതായിട്ടുള്ള ആളെ വേദത്തിലെ അർത്ഥവാക്യങ്ങളെ, അതായത് വേദങ്ങളിലെ അർത്ഥവും വാദവും അങ്ങനത്തെ വ്യാഖ്യാനത്തിൽ വല്ലാതെ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ അതാണ് കർമ്മകാണ്ഡത്തിലൊക്കെ അങ്ങേയറ്റം വിശ്വസിച്ച് അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് ഫലാപേക്ഷയോടുകൂടി പാടില്ല. പിന്നെ ഈ വേദങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതായത് പാഖണ്ഡന്മാരെ പോലെ ആവരുത്. പിന്നെ വൃഥാ ഇങ്ങനെ ലോജിക്ക് മാത്രം യുക്തി കൊണ്ട് വാദിക്കരുത്, എല്ലാവരോടും വാദിക്കുക, അത് പാടില്ല. പിന്നെ അതായത് ഒരു വ്യർത്ഥമായിട്ടുള്ള വാദകോലാഹലങ്ങളിൽപ്പെട്ട് ഒരാളുടെയും പക്ഷം പിടിക്കരുത്. ഇതൊക്കെ നല്ല ഗുണങ്ങൾ. വേദവാദരതോ നസ്യാന്ന പാഖണ്ഡീ ന ഹൈതുക ശുഷ്കവാദ വിവാദേന കഞ്ചിൽ പക്ഷം സമാശ്രയേത്. 31 3 വരിക. നോദ്വിജേത ജനാധീരോ ജനം നോദ്വേജയേന്ന തു അതിവാദാം സ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചന ദേഹമുദ്ദിശ്യ പശുവദ്വൈരം കുര്യാം ന കേനജിത്. 31 എന്താ പറയണേ?
എന്താണ് ധീര, അതായത് നല്ല ബുദ്ധിയുള്ളവനായിട്ട് ഇരുന്നിട്ട് ജനങ്ങളെ ഉദ്വിജേത്, ഭയപ്പെടരുത്. ആരെയും ഭയം വേണ്ട. നല്ല ബുദ്ധിയോട്, നല്ല സ്ഥിരബുദ്ധിയോട് കൂടിയിട്ടുള്ളവനാണെങ്കിൽ ആരെയും ഭയം ഉണ്ടാവില്ലല്ലോ. ആരെയും ഭയപ്പെടരുത്. ഉദ്വിജേത് ഭയപ്പെടരുത്. ജനം, അത് മാത്രമല്ല ഉദ്വേജയേത്തു, അങ്ങടും ഭയപ്പെടുത്തരുത്. നല്ല ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആളായിട്ട് ഇരുന്നിട്ട് ബാക്കിയുള്ളവരാൽ ഭയപ്പെടുത്തപ്പെടരുത്. ബാക്കിയുള്ളവരെ അങ്ങോട്ട് ഭയപ്പെടുത്താനും പാടില്ല. അതിവാദാൻ, ചീത്ത വാക്കുകളെ തിദിക്ഷേന, ആരെങ്കിലും നമ്മളടുത്ത് ചീത്ത വാക്കുകൾ പറയുകയാണെങ്കിൽ ഒന്നും തിരിച്ചു പറയാണ്ട് തിദിക്ഷ, സഹിക്കണം, ടോളറേറ്റ് ചെയ്യണം. അങ്ങോട്ട് പറഞ്ഞാൽ നമ്മളും കൂടി അതുപോലെ ആവുമല്ലേ. അപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും ചീത്ത വാക്കുകൾ പറഞ്ഞാൽ തിദിക്ഷ വേണം, ചേണ്ട ടോളറൻസ് വേണം. അങ്ങോട്ട് പറയരുത് എന്നർത്ഥ. കഞ്ചന, ആരെയും അവമന്യത, ആരെയും നമ്മൾ അങ്ങോട്ട് അവമാനിക്കരുത്. ഇങ്ങോട്ട് അവമാനിക്കുന്നുണ്ടോയെന്ന് നോക്കണ്ട. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ദേ ഡു ടു അസ്, നമ്മൾ അങ്ങോട്ട് ധർമ്മേ ചെയ്യാവൂ. അപ്പോൾ അവരെ ആരെയും അവമാനിക്കരുത്. ദേഹം ഉദ്ദിശ്യ, ഈ ശരീരത്തിന് വേണ്ടി പശുവത് നച്ചിട്ട്, അതായത് മൃഗങ്ങളെപ്പോലെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് വൈരം കുര്യാതെ, ആരോടും മൃഗങ്ങളെപ്പോലെ ദേഹത്തിൻ്റെ ആവശ്യത്തിനായിട്ടൊന്നും ആരോടും ദേഷ്യരുതെന്ന്, അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 വരിയിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ധീരനായിട്ടുള്ളൊരു സന്യാസിക്ക് ജനങ്ങളിൽ നിന്ന് ഭയം ഉണ്ടാവരുത്. ആ ജനങ്ങളെ ഭയപ്പെടരുത് ഒരു സന്യാസി. അങ്ങോട്ട് ജനങ്ങളെ ഭയപ്പെടുത്തുവരുത്, രണ്ടും പാടില്ല. പിന്നെയോ വല്ലവരും ചീത്ത വാക്കുകളൊക്കെ നമ്മളോട് പറഞ്ഞു വെച്ചാൽ, നമ്മളെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്താൽ അതൊക്കെ സഹിക്കണം, തിരിച്ചൊന്നും പറയരുത്. ആരെയും നമ്മൾ അവമാനിക്കരുത്. പിന്നെയോ ദേഹത്തിനെ ഉദ്ദേശിച്ചിട്ട് മൃഗങ്ങളെപ്പോലെ എല്ലാവരോടും ഇങ്ങനെ വൈരം വെച്ച് നടക്കരുത് എന്നാണ് ഈ 3 വരികളിൽ. നോദ്വിജേത ജനാധീരോ ജനം നോദ്വേജയെന്ന തു അതിവാദാം സ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചന. ദേഹമുദ്ദിശ്യ പശുവദ്വൈരം കുര്യാന്ന കേനജിത്, ആരോടും വൈരം വയ്ക്കരുത്, മൃഗങ്ങളെപ്പോലെ അരുതെന്ന് വെച്ചാൽ നമ്മളൊക്കെ വിശേഷ ബുദ്ധി തന്നിട്ടുണ്ടല്ലോ ഈശ്വരൻ അല്ലേ. 32 ഏക ഏവ പരോഹ്യാത്മാ ഭൂതേഷ്വാത്മന്യവസ്ഥിതഃ യഥേന്ദുരുദപാത്രേഷു ഭൂതാന്യേകാത്മകാനി ച. 32 ഹി, എന്താ കാരണം വെച്ചാൽ പരമാത്മാ ഏകഃ ഏവൻ, പരമാത്മാവ് ഒരാൾ മാത്രമേ ഏകനാണ്. ഭൂതേഷു, ഈ ദേവൻ മനുഷ്യൻ മുതലായ പ്രാണികളിലും ആത്മനി, തന്നിലും, അതായത് ഈ പരമാത്മാവ് ഒന്നേ ഉള്ളൂ. ആ ഒരേ പരമാത്മാവാണ് എല്ലാ ഭൂതങ്ങളിലും അവനവനിലും. ഉദപാത്രേഷു, പല ജലം വെച്ചിട്ടുള്ള പല പാത്രങ്ങളിൽ ഇന്ദു യഥ, ചന്ദ്രൻ്റെ പ്രതിബിംബം എങ്ങനെയാണ് ഒരേ ചന്ദ്രൻ്റെ പ്രതിബിംബം പല വെള്ളം നിറച്ച പാത്രങ്ങളിൽ വീഴുന്ന, അതുപോലെ ഒരേ പരമാത്മാവാണ് എല്ലാവരിലും അവസ്ഥിതമായിരിക്കുന്നു. മാത്രമല്ല ഭൂതാനി, ശരീരങ്ങളും ഏകാത്മകാനി, അതായത് പാഞ്ചഭൗതികങ്ങളായിട്ടുള്ളതിനാൽ എല്ലാം പഞ്ചഭൂത നിർമ്മിതവുമാണ് പോരാത്തതിന്. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഈ ആരോടും വിരോധം തരുത് പറഞ്ഞില്ലേ, അതിനെന്താ കാരണം വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും ആ ഒരേ ഏകനായിട്ടുള്ള പരമാത്മാവാണ്. അതിപ്പോൾ ആ പരമാത്മാവ് തന്നെയാണ് മനുഷ്യനായാലും മൃഗമാണെങ്കിലും എല്ലാ പ്രാണികളുടെ ഉള്ളിലും ഒരേ പരമാത്മാവാണ് പ്രകാശിക്കണേ. ഇതുപോലെ നല്ല നിലാവുള്ള രാത്രിയിൽ കുറേ ജലപാത്രങ്ങൾ വെച്ച എല്ലാറ്റിലും ആ ഒരേ ഒരു ചന്ദ്രൻ്റെ നേല് കാണില്ലേ, അതുപോലെയാണ് ഒരേ ഒരു പരമാത്മാവ് മാത്രമേ ഇവിടെ ഉള്ളൂ. ആ പരമാത്മാവ് തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും. മാത്രമല്ല ഈ ശരീരങ്ങളും എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. കണ്ടാൽ വേറെ വേറെ വ്യത്യാസമാണ്.
വേറെ വേറെ പേരാണ്. പക്ഷെ എല്ലാ ശരീരങ്ങളും ഈ പഞ്ചഭൂത നിർമ്മിതമാണ് അല്ലേ? എല്ലാ ശരീരങ്ങളും. അപ്പം എന്താ, ഈ പഞ്ചഭൂതം കൊണ്ട് ഉണ്ടാക്കിയതാണ് എല്ലാ ശരീരങ്ങളും. എല്ലാ ശരീരങ്ങളുടെയും അകത്ത് പ്രകാശിക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ്. അപ്പം പിന്നെ നമ്മൾ ആരോടാ വൈരം വയ്ക്കണത്? എല്ലാവരുടെ ഉള്ളിലും ആ പരബ്രഹ്മമാണ്. എൻ്റെ ഉള്ളിലുള്ള പരബ്രഹ്മം തന്നെയാണ് എല്ലാവരും. ഞാൻ പരബ്രഹ്മമാണ്, എല്ലാവരും പരബ്രഹ്മമാണ്. അപ്പോൾ പിന്നെ ആരോടാ വൈരം? ഇത്ര രസമായിട്ട് പറഞ്ഞു അല്ലേ ഭഗവാൻ? എന്തൊരു നന്നായിട്ട് പറഞ്ഞു തന്നു നമുക്കിത് അല്ലേ? അതായത് ജലം അനവധി പാത്രങ്ങളിൽ വെച്ചാൽ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് എല്ലാറ്റിലും ഒരേ ഒരു ചന്ദ്രൻ്റെ നേല് വീഴണ പോലെയാണ് ഒരേ ഒരു പരമാത്മാവിൻ്റെ വിവിധ നാമരൂപങ്ങളാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ശരീരത്തിന് കണ്ടാൽ വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാം പഞ്ചഭൂത നിർമ്മിതവുമാണ്. ഇനി പിന്നെ ആർക്ക് വൈരം? ഒന്നേ ഉള്ളൂ ഇവിടെ എന്നാണ് അല്ലേ? ഏക ഏവ പരോ ഹ്യാത്മാ ഹ്യാത്മോ ഏക ഏവ പരോ ഹ്യാത്മാ ഭൂതേഷു ആത്മന്യവസ്ഥിതഃ യഥേന്ദുരുദ്വപാത്രേഷു ഭൂതാന്യേകാത്മകാനി ച. 33. അലബ്ധ്വാ ന വിഷീദേത കാലേ കാലേ ശനം ക്വചിദ് ലബ്ധ്വാ ന ഹൃഷ്യേദ്ധൃതിമാനുഭയം ദൈവതന്ത്രിതം. 33 എന്താ? ധൃതിമാൻ, ധൈര്യത്തോടു കൂടിയിട്ട്, ധൈര്യം ഉള്ളവനായി. കാലേ കാലേ അതാത് കാലങ്ങളിൽ, ക്വചിത് ഒരു സ്ഥലത്തും, അശനം ആഹാരം അലബ്ധ്വ കിട്ടിയില്ലെങ്കിൽ, ന വിഷീദേത ദുഃഖിക്കരുത്. അതായത് നല്ല ധൈര്യത്തോടുകൂടി ഇരിക്കണം. ഭക്ഷണം എവിടുന്നും കിട്ടിയില്ലെങ്കിലും, ലബ്ധ്വ ആഹാരം ലഭിച്ചാലോ, കിട്ടുകയാണെങ്കിലോ, ന ഹൃഷ്യേത് വല്ലാതെ സന്തോഷിക്കാനും പാടില്ല. എവിടുന്ന് ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ സങ്കടപ്പെടാൻ പാടില്ല. ധാരാളം ആഹാരം കിട്ടിയാൽ എന്തൊന്നില്ലാണ്ട് സന്തോഷിക്കരുത്. ഉഭയം ലഭിച്ചതും ലഭിക്കാത്തതും ദൈവതന്ത്രിതം. അതായത് എല്ലാം ഈശ്വരേച്ഛ പോലെയാണ്. എനിക്ക് എന്തും ലഭിക്കണതും ലഭിക്കാതിരിക്കുന്നതെന്ന് അംഗീകരിക്കണം എന്ന് പറയുകയാണ്. എന്ത് കാര്യവും അതെ. ഇതിപ്പോൾ ആഹാരമാണല്ലോ ഏറ്റവും പ്രധാനം എല്ലാവർക്കും. ആഹാരം പോലും അങ്ങനെ കരുതാൻ പറ്റിച്ചാൽ എന്താ കഥ ആലോചിച്ച് നോക്കും. വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ? അപ്പോൾ നമ്മൾ വിശന്നിരിക്കുമ്പോൾ ആഹാരം കിട്ടാതിരുന്നാലും, നല്ല വിശന്നിരിക്കുമ്പോൾ ആഹാരം കിട്ടാതിരുന്നാൽ ദുഃഖിക്കാതിരിക്കാനും, വിശന്നിരിക്കുമ്പോൾ ആഹാരം കിട്ടിയാൽ സന്തോഷിക്കാതിരിക്കാനും വാസ്തവത്തിൽ വളരെ വിഷമമാണ്, ഏറ്റവും വിഷമമാണ്. കാരണം നമുക്ക് ഈ ജീവൻ നിലനിർത്താൻ വേണ്ട ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെപ്പോലെ വലിയ ദുഃഖമില്ല എന്നാണ് അത് അനുഭവിച്ചവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ പറയുമല്ലോ, ദാരിദ്ര്യ ദുഃഖം പോലെ വലിയൊരു ദുഃഖമില്ല, അത് കഴിഞ്ഞിട്ടേ വേറൊരു ദുഃഖമുള്ളൂ. വിശക്കുന്ന സമയത്ത് നമുക്ക് അതാണ് ഏറ്റവും വലിയ ദുഃഖം. പിന്നെയുള്ള ദുഃഖങ്ങളൊക്കെ നമ്മൾ മറക്കും, വയറ് നിറഞ്ഞാലേ ഓർമ്മിക്കുള്ളൂ. അപ്പോൾ ഇതിൽ പറയണത് എന്താ വെച്ചാൽ, നമുക്ക് വിശന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും, വിശന്നിരിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ ദുഃഖിക്കാൻ പാടില്ല, വിശന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയാൽ സന്തോഷിക്കാനും പാടില്ല എന്ന് മാത്രമല്ല, പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ലഭിച്ചതും ലഭിക്കാത്തതും ഒക്കെ ഈശ്വരൻ്റെ ഇച്ഛയാണ് എന്ന് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. അത് വേറെ പല കാര്യങ്ങളും നമുക്ക് പറ്റിയെന്ന് വരാം. വിശന്നിരിക്കുമ്പോൾ അത് അംഗീകരിച്ചാൽ പിന്നെ വേറെ ഒന്നും അംഗീകരിക്കാൻ ഒരു വിഷമവും ഇല്ല. ഏറ്റവും വിഷമമുള്ളതാണ് വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടാതിരുന്നാൽ ദുഃഖിക്കാതിരിക്കലും, വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടിയാൽ സന്തോഷിക്കാതിരിക്കലും ആണ് ഏറ്റവും വിഷമം. അപ്പോൾ നമ്മളതിനെ ഈശ്വരേച്ഛ പോലെയാണ് എനിക്ക് കിട്ടാത്തതും കിട്ടുന്നതും ഒക്കെ എന്ന് അംഗീകരിക്കാൻ തയ്യാറായാൽ ആ സന്യാസിക്ക് ബാക്കിയെല്ലാം ഒരു വിഷമമില്ലാണ്ട് അംഗീകരിക്കാം. അതുകൊണ്ടാണത് പറഞ്ഞത്. അലബ്ധ്വാന വിഷീദേത കാലേ കാലേശനം ക്വചിദ് ലബ്ധ്വാന ഹൃഷ്യ ധൃതിമാനുഭയം ദൈവതന്ത്രിതം. കിട്ടണതും ഉഭയം ച കിട്ടണതും കിട്ടാതിരിക്കുന്നതും രണ്ടും, ഉഭയം ച രണ്ടെന്നാണ്. അപ്പോൾ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടണതും വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കിട്ടാതിരിക്കുന്നതും രണ്ടും ഈശ്വരേച്ഛയാണ് എന്ന് വിചാരിച്ചിട്ട് നല്ല സമാധാനം ഉണ്ടാവണം. എന്നാൽ പിന്നെ
ഭിക്ഷ എന്തിനാണ് എടുക്കാൻ പോണ ചോദിച്ചാൽ ആഹാരാർത്ഥം സമീഹേത യുക്തം തത് പ്രാണധാരണം തത്വം വിമൃശ്യതേ തേന തദ്വിജ്ഞായ വിമുച്യതേ. 33 അല്ല 34 സോറി. തത് പ്രാണധാരണം, അതായത് എന്നാൽ പോവാണ്ടിരിക്കാൻ പറ്റില്ല. പ്രാണനെ ധരിക്കണമെങ്കിൽ, ഇത് ജീവൻ നിലനിർത്തണമെങ്കിൽ ഭക്ഷണം വേണം. തത് പ്രാണധാരണം, അതായത് അവനവൻ്റെ ഈ ജീവനെ നിലനിർത്താൻ യുക്തം തന്നെ തേന, ആ പ്രാണധാരണം കൊണ്ട്. എന്നാൽ എന്തിനാണ് നമ്മൾ ജീവൻ നിലനിർത്തുന്നത്? തത്വവിചാരം ചെയ്യാൻ. തത്വം വിമർശത, നമുക്ക് തത്വവിചാരം ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും വായിക്കുകയോ മനസ്സിലാക്കുകയോ സാധനകൾ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ജീവൻ നിലനിർത്തണം. ഇപ്പം ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ ജീവൻ നിലനിർത്തണം എന്തിനാ ഭിക്ഷ എടുക്കണ ചോദിച്ചാൽ ജീവൻ നിലനിർത്താൻ എന്തൊക്കെ വേണം. ജീവൻ നിലനിർത്തുന്നത് എന്തിനാണ്? തത്വവിചാരം ചെയ്യാൻ. എന്നാലല്ലേ നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ തത്വം അറിഞ്ഞു തന്നെയാണ് വിമുക്തനാകുന്നത്. തത്വവിചാരം ചെയ്താലല്ലേ നമുക്ക് മുക്തി ലഭിക്കുള്ളൂ. ആഹാരാർത്ഥം, അതുകൊണ്ട് നമുക്ക് ജീവൻ നിലനിർത്താൻ എത്ര ആഹാരം വേണോ അതിന് മാത്രമായിട്ട് സമീഹേത, അതിന് പ്രയത്നിക്കന്നെ വേണം എന്ന്. അതായത് എനിക്ക് കിട്ടിയില്ലേ വിചാരിച്ചിട്ട് പിന്നെ എന്താണ് തത്വവിചാരം ഒക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പിന്നെന്താണ് ആധ്യാത്മികമായിട്ട് അത്ര പുരോഗതിച്ചിട്ടില്ല, പക്ഷെ മടിയോണ്ട് പോയി പിന്നെ ഭിക്ഷ യാചിക്കാതിരിക്കരുത്, എന്നിട്ട് വിശന്ന് മരിക്കുക, അതരുത്. നമ്മൾ ശ്രമിക്കണം ഭിക്ഷ കിട്ടാൻ. കിട്ടിയില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവരുത്, കിട്ടിയാൽ ഏറെ സന്തോഷം. അത് പറഞ്ഞു കഴിഞ്ഞാലല്ലേ. പക്ഷേ നമ്മളെന്നാലും ഭിക്ഷയ്ക്ക് വേണ്ടി വേറൊരു ദിക്കിൽ പോയി നോക്കണം. എന്താ കാരണം വെച്ചാൽ ജീവനെ നിലനിർത്തണം. എന്തിനാ ജീവനെ നിലനിർത്തണം? തത്വവിചാരം ചെയ്യണം. എന്തിനാ തത്വവിചാരം ചെയ്യണം? തത്വവിചാരം ചെയ്താലേ നമുക്ക് മുക്തിക്ക് ലഭിക്കുള്ളൂ. ഞാൻ ആത്മാവാണെന്നുള്ള അനുഭവം എത്തണ വരെ തത്വവിചാരം ചെയ്യണം. അപ്പോൾ ഞാൻ ആണ് എന്നുള്ള അനുഭവം എത്തുന്നത് വരെ നമുക്ക് ഭിക്ഷയ്ക്ക് ഉദ്യമിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ഭിക്ഷയ്ക്ക് നോക്കണം. പക്ഷേ ഒരുപാട് ആഗ്രഹിക്കേണ്ട. ജീവൻ നിലനിർത്താൻ എത്ര ആഹാരം വേണോ അതിനായിട്ട് നമ്മൾ ഭിക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുക വേണം. കാരണം ജീവനെ നിലനിർത്തണം. എന്നിട്ട് വേണം തത്വവിചാരം ചെയ്യാൻ. തത്വവിചാരം ചെയ്താലേ മുക്തി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇനി ആഹാരാർത്ഥം സമീഹേത യുക്തം തത് പ്രാണധാരണം തത്വം വിമൃശ്യതേ തേന തദ്വിജ്ഞായ വിമുച്യതേ. അല്ലേ, തത്വവിചാരം ചെയ്താലല്ലേ മുക്തി കിട്ടുള്ളൂ. പിന്നെ യദൃച്ഛയോപപന്നാന്നമദ്യാമശ്രേഷ്ഠമുതാപരം തഥാ വാസസ്തഥാ ശയ്യാം പ്രാപ്തം ഭജേൻ മുനിഹി. അപ്പോൾ 35 പറയാണ്. ശ്രേഷ്ഠ ഉത, ശ്രേഷ്ഠമോ ഉത അപരം, അതല്ലെങ്കിൽ നീചമോ, യാദൃച്ഛികമായി സ്വയം ശ്രമിക്കാതെ, യദൃച്ഛയ ഉപപന്നാനം ലബ്ധമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ കിട്ടിയ ഭക്ഷണം അത് ഉണ്ണണം. അതായത് നല്ല ഭക്ഷണമാണെങ്കിലും ചീത്ത ഭക്ഷണമാണെങ്കിലും എതിർച്ചയാ നമ്മളിൽ വന്നു ചേർന്നാൽ അത് ഉണ്ണാം. തഥ അതുപോലെ തന്നെ വസ്ത്രവും, തഥ ശയ്യാം കിടക്കാനുള്ള ബെഡും, പ്രാപ്തം എന്താ കിട്ടിയേച്ചാൽ അത് മുനിഹി സന്യാസിയായവൻ ഭജീത് അനുഭവിച്ചു കൊള്ളണം. എന്താ കിട്ടിയേച്ചാൽ അനുഭവിക്കുക. ഭക്ഷണവും വസ്ത്രവും കിടക്കണ പായോ എന്താ വെച്ചാൽ അതുമൊക്കെ ഇന്നത് വേണമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നല്ലതാ കിട്ടിയേച്ചാൽ അതിൽ കിടക്കുക, നല്ലതാ കിട്ടിയതെച്ചാൽ അത് കഴിക്കുക, നല്ലതാ കിട്ടിയേച്ചാൽ അത് ഉടുക്കുക. ഈ ചീത്തയെ കിട്ടിയേച്ചാൽ അത് കഴിക്കുക, ചീത്തയെ കിട്ടിയേച്ചാൽ അത് ഉടുക്കുക, ചീത്ത ബെഡാ കിട്ടിയേച്ചാൽ അതിൽ കിടക്കുക. എന്തേ എതിർച്ചയ നമുക്ക് നമ്മളിൽ വന്നു ചേരുന്നത് എതിർച്ചയായിട്ട്, ബൈ ചാൻസ് എന്നർത്ഥം. എതിർച്ചയാ പറഞ്ഞാൽ എന്താ? എഫർട്ടില്ലാതെ, നമ്മൾ പ്രയത്നിക്കാതെ വന്നു ചേരുന്നതിനെയാണ് എതിർച്ചയാ പറയുക. അതായത് വാട്ട് എവർ കംസ് ടു യു ബൈ ചാൻസ്, അതിനെ പരാതിയില്ലാതെ സ്വീകരിച്ച്
നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് കഴിക്കുകയും നല്ല വസ്ത്രമാണെങ്കിലും ചീത്ത വസ്ത്രമാണെങ്കിലും അത് ധരിക്കുകയും നല്ല ബെഡാണെങ്കിലും ചീത്ത ബെഡാണെങ്കിലും അതുമ്മിൽ കിടക്കുകയും ചെയ്യണം സന്യാസി എന്ന്. അതായത് ചോയ്സിന് വേണ്ടി ഒന്നും നോക്കരുത്. എനിക്ക് പ്രയത്നമില്ലാതെ എന്ത് കിട്ടിയാലും ഞാൻ ചോദിക്കേണ്ട, ഞാൻ എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അത് കഴിക്കും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. നാണം മറയ്ക്കാനായിട്ട് നല്ലതാണെങ്കിലും ചീത്തയായത് വസ്ത്രം എടുക്കും, തല വെച്ച് കിടക്കാനായിട്ട് ഇല്ലെങ്കിലും വേണ്ടില്ല, അങ്ങനെ വിചാരിക്കണം എന്ന് പറയണം. എതിർച്ഛയോപപന്നാന്ന മദ്യ ശ്രേഷ്ഠമുതാപരം, ശ്രേഷ്ഠായാലും നീചായാലും തഥാവാസസ്തഥാ ശയ്യം പ്രാപ്തം പ്രാപ്തം ഭജേന്മുനീൻ. കിട്ടിയത് സന്തോഷിച്ച് അത് ഉപയോഗിക്കാം. ശൗചമാചമനം സ്നാനം നതു ചോദനയാ ചരേത് അന്യാംശ്ച നിയമാൻ ജ്ഞാനി യഥാഹം ലീലയേശ്വര. 36. ഈശ്വരനായ അഹം ലീലയ, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ എങ്ങനെ നിനക്ക് നൽകുന്നുവോ, അതാണ് പറഞ്ഞത്. ഈശ്വരനായിട്ടുള്ള അഹം ലീലയ, എൻ്റെ ഞാൻ ലീലകളാടുന്നതിനിടയ്ക്ക് നിനക്ക് എന്ത് നൽകുന്നുവോ, ജ്ഞാനി ശൗചം വൃത്തിയെ ക്ലീൻനെസ്, ആചമനം സ്നാനം ആചമിക്കുക, കുളി, അന്യാൻ നിയമാൻ മറ്റു നിയമങ്ങളെയും ചരേത് അനുഷ്ഠിക്കാനുള്ളതാകുന്നു. അതായത് ഞാൻ എങ്ങനെയൊക്കെ സാധിപ്പിക്കണം അതുപോലെ ചെയ്യണമെന്ന്. ചോദനയാ വിധിക്ക് അധീനനായി നതു അനുഷ്ഠിക്കരുത്. എന്താ പറഞ്ഞാൽ ഈ 36 ഈശ്വരനായിട്ടുള്ള ഞാൻ, ഭഗവാനാണല്ലോ പറയണ, ഈശ്വരനായിട്ടുള്ള ഞാൻ ഈ ശൗചം ആചമനം സ്നാനം കുളിക്കുക മുതലായ എപ്രകാരം ഒരു ലീലയാ ചെയ്യുന്നുവോ അപ്രകാരം ഒരു ജ്ഞാനി അതിലൊന്നും ആസക്തിയില്ലാതെ ശൗചവും ആചമനവും സ്നാനവും ഒക്കെ ഈ ലോകത്തിന് നന്മയ്ക്കായിക്കൊണ്ട് ചെയ്യണം. അല്ലാതെ ഈ വിധിപ്രകാരം ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അരുത്. അതായത് ഈ ജ്ഞാനി വിധി നിഷേധങ്ങൾക്ക് അതീതനാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞുവല്ലോ. സന്യാസി വിധി നിഷേധങ്ങൾക്ക് അതീതനായിരിക്കണം. വിധിയിൽ പറഞ്ഞതെന്നില്ല, ധർമാധർമ്മങ്ങൾക്കൊക്കെ അതീതനാണ് സന്യാസി. അതുകൊണ്ടാണ് പറയണത്, ഞാൻ ഈശ്വരനായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് കുളിയും പിന്നെന്താണ് ആചമനവും സ്നാനവും ഒക്കെ ഒരു ഒരു കളി പോലെ ചെയ്യണത്, അതുപോലെ ചെയ്തോളൂ നിങ്ങളും. അല്ലാണ്ട് എല്ലാം വിധി പോലെ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. വെച്ചാൽ വിധിക്കും അടിമയാവരുത് സന്യാസി സ്വതന്ത്രനാണ്. കാരണം സന്യാസിക്ക് വിരക്തി വന്നിരിക്കണു, എല്ലാറ്റിലും ബ്രഹ്മത്തിനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാറ്റിലും സർവം ബ്രഹ്മമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ളൊരു സന്യാസിക്ക് പിന്നെ വിധി നിഷേധങ്ങളോ നന്മയോ തിന്മയോ ധർമ്മമോ അധർമ്മമോ ഒന്നുമില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. ഈശ്വരനായിട്ടുള്ള എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്യണം. ഇപ്പോൾ ഭഗവാൻ എന്തായാലും തേര് തെളിക്കണ ആളായില്ലേ, ഇല്ലേ? പിന്നെ ഒരു വിഷമവും ഇല്ലാണ്ട് പിന്നെ അർജുനൻ്റെ തേരാളിയായില്ലേ. അതുപോലത്തെ ആ കുതിരയെ പോയി കഴുകുക. പിന്നെ പല കഥകളും ഉണ്ടല്ലോ അങ്ങനെ. ഭഗവാൻ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കാത്ത എത്രയോ കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ട്, അല്ലേ? അതാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മഹാത്മാവിന് അതൊന്നും നോക്കാനില്ല. അതാണ്. അപ്പോൾ ഞാനെങ്ങനെയാണ് പിന്നെ ശൗചവും ആചമനവും സ്നാനവും ഒക്കെ ലീല പോലെ ചെയ്യണം, അതുപോലെ തന്നെ ജ്ഞാനിയും അതിലൊന്നും ആസക്തനല്ലാതെ അതൊന്നും ബോധറിയണില്ല. ദേഹാഭിമാനം തന്നെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ജ്ഞാനിക്ക് അനാസക്തനാവാൻ പറ്റണേ. ദേഹാഭിമാനം ഇല്ല. അപ്പോൾ ഈ ശൗചോ ആചമനോ സ്നാനമോ ഒന്നും വേണ്ട പോലെ ആവണമെന്നൊന്നും നിർബന്ധം ഉണ്ടാവില്ല. ദേഹമാണ് താന്ന് വിചാരിക്കുന്നില്ലേ. അപ്പോൾ അനാസക്തനായിട്ട് ഈ ശൗചാദി കർമ്മങ്ങളെയൊക്കെ ലോക നന്മയ്ക്കായിട്ട് ചെയ്യണം. അല്ലാതെ വിധിക്ക് അടിമയായിട്ട് തീരരുത് എന്ന് പറയാണ് കേട്ടോ. ശൗചമാചമനം സ്നാനം നതു ചോദനയാ ചരേത് അന്യാംശ്ച നിയമാൻ ജ്ഞാനി യഥാഹം ലീലയേശ്വര. ഇനി 37 അതും കൂടി പറ്റുന്നുണ്ടാവുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് വിധിക്ക് കീഴടങ്ങാതെ ആവശ്യമില്ല സന്യാസി എന്ന് പറയണമെന്ന് പറഞ്ഞാൽ, നഹി തസ്യ വികൽപാഖ്യ യാചമദ്വീക്ഷയാ ഹത
ആദേഹാന്താത് ക്വചിത് ഖ്യാതിസ്തത സമ്പദ്ധ്യതേ മയാ. 37. ഹി എന്താ അങ്ങനെ പറയാൻ കാരണം? വിധിക്ക് അടിമയാവണ്ടെന്ന് വിധി നിഷേധങ്ങളൊക്കെ വേദത്തിൽ വിധിച്ചതോ അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ അനുഷ്ഠിക്കേണ്ടത് അത്ര കാര്യമായിട്ട് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ കാരണം വെച്ചാൽ ഹി എന്താണെങ്കിൽ അസ്യ ആ ജ്ഞാനിക്ക് വികൽപാഖ്യ ഭേദബുദ്ധി ഇല്ല, ഭേദഭാവന ഇല്ല, എല്ലാം ബ്രഹ്മാണ്. അതുകൊണ്ടാണ് യാച്ച അങ്ങനെ ഭേദബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ അതും മദ്വീക്ഷയ എൻ്റെ സാക്ഷാത്കാരം കൊണ്ട് ഞാൻ ആത്മാവാണെന്ന് ബോധമായ ഉടനെ എന്തെങ്കിലും ഭേദഭാവന ഉണ്ടായിരുന്നു എങ്കിൽ അത് ഹത നശിപ്പിക്കപ്പെട്ടു. ജ്ഞാനോദിച്ചാൽ എല്ലാ ഭേദഭാവനയും പോയി, സർവം ബ്രഹ്മമയായി. ബ്രഹ്മല്ലാതെ ഇവിടെ ഒന്നുമില്ലെന്ന് നല്ലോണം എല്ലാറ്റിനെയും ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. ആദേഹാന്താദി ഈ ദേഹം നശിക്കുന്നത് വരെ ക്വചിത് ചിലപ്പോൾ ഖ്യാതി ചിലപ്പോൾ ഭേദഭാവന ഉണ്ടാവും. അതഹ ആ ശരീരം നശിച്ചതിന് ശേഷം തയാ എന്നിൽ ഐക്യം പ്രാപിക്കുന്നു. അപ്പം ഈ ദേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനായിട്ടുള്ളൊരു സന്യാസിക്ക് ഇതൊന്നും ബാധകമല്ല, ദേഹത്തിനെ പറ്റിയിട്ടുള്ളതൊന്നും ബാധകമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിധി നിഷേധങ്ങളോ ധർമാധർമ്മങ്ങളോ നന്മയും തിന്മയും നോക്കേണ്ട ആവശ്യമില്ലെന്നേ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് മുമ്പ് ഒരു സന്യാസിക്ക് ജ്ഞാനം അങ്ങോട്ട് നല്ലോണം ഉദിക്കണതിൻ്റെ മുമ്പേ ഭേദഭാവന ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഭേദഭാവന ഉണ്ടായിരുന്നുവോ അതും കൂടി എൻ്റെ സാക്ഷാത്കാരത്താൽ പരിപൂർണമായിട്ടും ആ ഭേദഭാവന നശിപ്പിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടിയാലും വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഒക്കെ അതിനെ ഒരുപോലെ കാണിക്കാൻ പറ്റും. കാരണം ദേഹചിന്ത ഇല്ല. ദേഹം നശിച്ച പോലെയാണ്, നശിച്ചിട്ടില്ലെങ്കിൽ ഈ ജീവൻ മുക്തനെ. അതായത് നമുക്ക് പിന്നെ അങ്ങനെ ജ്ഞാനിക്ക് നമുക്ക് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ സ്വപ്നം കണ്ടു എന്ന് ബോധ്യമുണ്ടെങ്കിലും സ്വപ്നം ശരിയല്ല തോന്നൂലോ. സ്വപ്നം കണ്ടു എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അതേപോലെയാവും ഈ ജ്ഞാനിക്ക് ദേഹത്തിലിരിക്കാവുമ്പോഴും ഈ ദേഹം ഒന്നും സത്യമല്ല, വെറും ജഡമാണെന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു തോന്നലേ ഉള്ളൂ. അതുകൊണ്ട് എന്നിൽ തന്നെ ആത്മസാക്ഷാത്കാരം പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭേദഭാവനയും പൂർണ്ണമായിട്ട് നശിക്കും. അപ്പം ജീവൻ മുക്തനായിട്ട് പിന്നെയും ശരീരം വീഴണവരെ ശരീരത്തിൽ ഇരുന്നാൽ പോലും ശരീരത്തിനെ സ്വന്തമായിട്ട് കാണേയില്ല. സ്വപ്നം പോലെ അയഥാർത്ഥമായിട്ട് നോക്കിക്കാണുകയാണ്. സാക്ഷി മാത്രമായിട്ടുള്ള ജീവൻ മുക്തൻ എന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അതെന്തൊരു അത്ഭുതമാണല്ലേ, ആലോചിച്ച് നോക്കിയാലും നോക്കൂ അല്ലേ. അതായത് എന്താ പറയുക വെച്ചാൽ ആദ്യം സന്യാസിയായ ഉടനെയൊക്കെ ഭേദഭാവന കുറച്ചുണ്ടാവും. പക്ഷേ ആസ് ഹി പ്രോഗ്രസ്സസ് ഞാൻ ആത്മാവാണെന്ന് അങ്ങോട്ട് അനുഭവമായാൽ അതിനാണല്ലോ ആത്മസാക്ഷാത്കാരം എന്ന് പറയുക. എന്നിൽ അതാണ് ഭഗവാൻ പറയുന്നത്. ആത്മസാക്ഷാത്കാരം ലഭിച്ചാൽ അല്ലെങ്കിൽ എന്നിൽ സാക്ഷാത്കാരം ലഭിച്ചാൽ, ഭഗവത് സാക്ഷാത്കാരം ലഭിച്ചാൽ പിന്നെ ഏതെങ്കിലും ഭേദഭാവന മുമ്പുണ്ടായിരുന്നത് മുഴുവൻ പൂർണ്ണമായിട്ട് നശിക്കും. അപ്പം പിന്നെ നശിക്കുമ്പോൾ ഭക്ഷണം കിട്ടിയാലോ ഒന്നിനും എല്ലാം ബ്രഹ്മാണ്, അല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്നുള്ളത്. അപ്പം ദേഹം നശിച്ച പോലെയാണ്, നശിച്ചിട്ടില്ലെങ്കിലും അത് വീഴണ വരെ അതിലിരിക്കുന്നുണ്ടെങ്കിലും അതിനെ നശിച്ച പോലെയാണ് നോക്കിക്കാണതേ. അതായത് സ്വപ്നം കാണുമ്പോൾ നമുക്ക് ശരിയെ തോന്നും, സ്വപ്നം ഉണർന്നാൽ ഇല്ല എന്ന് തോന്നണ പോലെ ഈ ജീവൻ മുക്തന് ജ്ഞാനം ഉദിക്കുമ്പോൾ അയ്യേ ഈ ദേഹവും ഈ ജഗത്തും ഒക്കെ വെറും മിഥ്യാണ് എന്ന് തോന്നും. നമുക്ക് സ്വപ്നം തോന്നണ പോലെ ആ തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നിയതാണെന്നേ ഉണ്ടാവുള്ളൂ. കാരണം ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞല്ലോ. അതായത് എന്നോട് ഏകീഭവിച്ചാൽ പിന്നെ വേറൊന്നുമില്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമുക്ക് 37 വായിച്ച് ഇന്നിവിടെ നിർത്താട്ടോ. നഹിതസ്യ വികൽപാഖ്യ യാചമദ്വീക്ഷയ ഹത ആദേഹാന്താത് ക്വചിത് ഖ്യാതി തത സമ്പദ്യതേ മയാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്തു.